എന്താണ് ബയോഡീസൽ? ജൈവ സ്രോതസ്സുകളിൽ നിന്ന് പ്രധാനമായും സസ്യ എണ്ണകൾ, മൃഗങ്ങളുടെ കൊഴുപ്പുകൾ, റീസൈക്കിൾ ചെയ്ത പാചക എണ്ണകൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന പുനരുപയോഗിക്കാവുന്നതും സുസ്ഥിരവുമായ ഇന്ധനമാണ് ബയോഡീസൽ. ട്രാൻസെസ്റ്ററിഫിക്കേഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അവിടെ എണ്ണകളോ കൊഴുപ്പുകളോ ഒരു ആൽക്കഹോൾ, സാധാരണയായി മെഥനോൾ അല്ലെങ്കിൽ എഥനോൾ, ഉപയോഗിച്ച് ഒരു കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ തന്മാത്രകളെ ബയോഡീസലായും ഗ്ലിസറിനായും വിഭജിക്കുന്നു. ബയോഡീസൽ ശുദ്ധമായ ഇന്ധനമായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ B20, 20% ബയോഡീസൽ, 80% ഡീസൽ, അല്ലെങ്കിൽ B100, 100% ബയോഡീസൽ പോലുള്ള വിവിധ അനുപാതങ്ങളിൽ പെട്രോളിയം ഡീസലുമായി കലർത്താം. ബയോഡീസലിന്റെ പ്രധാന ഗുണങ്ങളിലൊന്ന് അതിന്റെ പാരിസ്ഥിതിക നേട്ടങ്ങളാണ്. പരമ്പരാഗത ഡീസൽ ഇന്ധനത്തിൽ നിന്ന് വ്യത്യസ്തമായി ബയോഡീസൽ ബയോഡിഗ്രേഡബിളും വിഷരഹിതവുമാണ്. മാത്രമല്ല, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഓക്സൈഡുകൾ തുടങ്ങിയ ദോഷകരമായ മലിനീകരണ വസ്തുക്കളുടെ എമിഷൻ ഗണ്യമായി കുറയ്ക്കുന്നു. ഇത് പുനരുപയോഗിക്കാവുന്ന വിഭവങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഹരിതഗൃഹ വാതക എമിഷൻ ലഘൂകരിക്കാൻ സഹായിക്കുകയും ചെയ്യും. കൂടാതെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണികൾ നൽകുന്നതിലൂടെയും ഇറക്കുമതി ചെയ്ത ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെയും ബയോഡീസൽ സാമ്പത്തിക നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഇത് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാനും പ്രാദേശിക കർഷകർക്കും ബിസിനസ്സുകൾക്കും അവസരങ്ങൾ സൃഷ്ടിക്കാനും ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കാനും കഴിയും. എന്നിരുന്നാലും ബയോഡീസലിന് ചില വെല്ലുവിളികളും പരിമിതികളും ഉണ്ട്. ഇതിന്റെ ഉൽപ്പാദനത്തിന് ഗണ്യമായ ഭൂമി, ജലം, ഊർജ്ജ വിഭവങ്ങൾ എന്നിവ ആവശ്യമാണ്. കൂടാതെ ഫീഡ് സ്റ്റോക്കുകളുടെ ലഭ്യതയിലും വിലയിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഇത് ബയോഡീസൽ ഉൽപ്പാദനത്തിന്റെ സാമ്പത്തിക പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്നു. കൂടാതെ ബയോഡീസലിൽ വെള്ളം, അവശിഷ്ടങ്ങൾ തുടങ്ങിയ ഉയർന്ന അളവിലുള്ള മാലിന്യങ്ങൾ ഉണ്ടാകാം. ഇത് ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇന്ധന സംവിധാനത്തെ നശിപ്പിക്കാനും ഇൻജക്ടർ ഫൗളിങ്ങിനും കാരണമാകും. ഈ വെല്ലുവിളികൾക്കിടയിലും ഗതാഗതത്തിനും ഊർജ്ജ ആവശ്യങ്ങൾക്കും പുനരുപയോഗിക്കാവുന്നതും സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ ഓപ്ഷൻ വാഗ്ദാനം ചെയ്യുന്നു. തടസ്സങ്ങൾ മറികടക്കുന്നതിനും ഭാവിയിലേക്കുള്ള ശുദ്ധവും കാര്യക്ഷമവുമായ ഇന്ധന സ്രോതസ്സായി ബയോഡീസലിന്റെ സാധ്യതകൾ പരമാവധി വർദ്ധിപ്പിക്കുന്നതിനും തുടർച്ചയായ ഗവേഷണം, വികസനം, നയപരമായ പിന്തുണ എന്നിവ അനിവാര്യമാണ്.